പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ SCRT-യിൽ നിന്ന് എടുത്തിട്ടുള്ള ചില ജിയോഗ്രഫി ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവ ഏത് കാർഷികകാല വിളയാണ്? പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവ ഏത് കാർഷികകാല വിളയാണ്? ഉത്തരം സൈദ്. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലവുമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പീഠഭൂമികൾ. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഉപദ്വീപീയ പീഠഭൂമിയെ എത്രയായാണ് തരംതിരിച്ചിട്ടുള്ളത്? 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഉപദ്വീപീയ പീഠഭൂമിയെ എത്രയായാണ് തിരിച്ചിട്ടുള്ളത്? ഉത്തരം സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപദ്വീപീയ പീഠഭൂമിയെ ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും തരംതിരിച്ചിരിക്കുന്നു. ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും തരംതിരിച്ചിരിക്കുന്നു. ഡക്കാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേരുണ്ടായത്. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേരുണ്ടായത്. ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറു ഭാഗമായ ബസാൾട്ട് എന്ന ലാവാ നിർമ്മിതമായ മേഖല അറിയപ്പെടുന്ന പേരെന്ത്? ഡക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം, ഈ മേഖലയിൽ ബസാൾട്ട് എന്ന ലാവാ നിർമ്മിതമായിട്ടുള്ള മേഖല കൂടിയാണ്. ഈ മേഖല അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം ഡക്കാൻ ട്രാപ്പ് എന്നാണ് ഈ മേഖല അറിയപ്പെടുന്നത്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണ് ഏത്? ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണ് ഏത്? ഉത്തരം കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണ്. ആനമുടിയുടെ ഉയരം എത്ര? ആനമുടിയുടെ ഉയരം എത്ര? ഉത്തരം 2695 മീറ്റർ. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദൊഡബെട്ട എന്ന കൊടുമുടിയുടെ ഉയരം എത്ര? തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദൊഡബെട്ട എന്ന കൊടുമുടിയുടെ ഉയരം 2637 മീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, സമുദ്രത്തിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വൃഷ്ടിപ്രദേശം. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ എന്ത് വിളിക്കുന്നു? രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ എന്ത് വിളിക്കുന്നു? ഉത്തരം ജലവിഭാജകം. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശം വൃഷ്ടിപ്രദേശം എന്നറിയപ്പെടുന്നു. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് പറയുന്നു. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് പറയുന്നു. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഉത്തരം കൃഷ്ണ. ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെ? ഗോദാവരിയുടെ പോഷക നദികൾ പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ്. ഓർക്കുക, പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. ഇതൊക്കെ SCRT-യിലുള്ളതാണ്. മഹാനദിയുടെ ഉത്ഭവ പ്രദേശം എവിടെയാണ്? മഹാനദിയുടെ ഉത്ഭവ പ്രദേശം ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവയാണ്. റായ്പൂരിലെ സിഹാവയാണ് മഹാനദിയുടെ ഉത്ഭവ പ്രദേശം. കാവേരി നദിയുടെ ഉത്ഭവ പ്രദേശം എവിടെയാണ്? ഉത്തരം കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ്. മഹാനദി ഒഴുകിയെത്തുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? മഹാനദി ഒഴുകിയെത്തുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഗോദാവരി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഉത്തരം മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്.
ഗോദാവരി ഒഴുകുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. അടുത്ത ചോദ്യം, മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി കൃഷ്ണയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ഇതിന്റെ നീളം 1465 മീറ്റർ ആണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയും ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനം കൃഷ്ണ നദിക്കാണ്. ദുവാന്താർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. ദുവാന്താർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി നർമ്മദയാണ്. സർദാർ സരോവർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നതും നർമ്മദ നദിയിലാണ്. പൂർണ്ണ, ഗിർന എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണെന്ന് ചോദിച്ചാൽ ഉത്തരം താപ്തി. ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മഹാനദിയാണ്. ഒഡീഷയിലാണ് ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദി. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. കർണാടകത്തിലെ കാവേരി നദിയിൽ. നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരിയിലാണ്. ആന്ധ്രാപ്രദേശ്. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങള്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.